ഫ്രണ്ട്സ് വണ്ടാഴി CVM ഹൈസ്കൂൾ 1982 SSLC ബാച്ചിൻ്റെ 6ാമത്തെ സംഗമം പൂർവാധികം ഭംഗിയോടെ മുടപ്പല്ലൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ഇന്നലെ, അതായത് ഒക്ടോബർ 2, 2024 നടക്കുകയുണ്ടായി. ഏകദേശം 42 വർഷത്തിൽ കൂടുതൽ കാലയളവായിരിക്കുന്നു. ഇപ്പോഴും ഇത് 6ാമത്തെ സംഗമമാണ്. 6 വർഷമായി ഞങ്ങൾ എല്ലാ വർഷവും ഒത്തുകൂടുന്നു. ഏതെങ്കിലും വർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങളെല്ലാവരും കൂടെ, അതും 10 80 കൂടുതൽ ആളുകൾ, 120 ആളുകളെല്ലാം വന്ന സമയങ്ങളുണ്ട്. ഇന്നലത്തെ നമ്മളുടെ ഈ ഒരു കൂട്ടായ്മയിൽ എത്തിയത് 70 പരം ആളുകളാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഒരു 120 ആളുകളെയാണ്. പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് പലർക്കും എത്തിപ്പെടാൻ പറ്റിയില്ല എന്നുള്ളതാണ് വാസ്തവം. വളരെ ദൂരങ്ങളിലുള്ളവർ പോലും ഈ ഒരു സ്നേഹോഷ്മളമായ പരിപാടിയിൽ പങ്കെടുക്കാനായി തങ്ങളുടെ പഴയ സുഹൃത്തുക്കളെ കാണാനും വിശേഷങ്ങൾ അറിയാനും ഒക്കെയായി ഓടിയെത്തുന്നു എന്നുള്ളത് അറിയുമ്പോൾ വളരെ സന്തോഷം. വളരെ ദൂരത്തു നിന്നും, വളരെ ജോലി തിരക്കിൻ്റെ ഇടയിൽ നിന്നും എല്ലാം വന്നവരാണ് അധികവും. വന്ന ഉടനെ തന്നെ എല്ലാവർക്കും തന്നെ, പങ്കെടുത്ത എല്ലാവർക്കും ഒരു ഫയല്, അതോടൊപ്പം തന്നെ ഒരു പേന, ഇതെല്ലാം നമ്മൾ ഒരു സമ്മാനം, സ്നേഹ സമ്മാനമായി നൽകുകയുണ്ടായി. ഓരോരുത്തർക്കും, വരുന്ന ഓരോ വ്യക്തികൾക്കും നമ്മൾ ആ ഒരു സ്നേഹോഷ്മളമായിട്ടുള്ള ഒരു സമ്മാനം എല്ലാവർക്കും തന്നെ നൽകുകയുണ്ടായി. ഒരു പേന, ഒരു ഫയൽ. നമ്മുടെ വിശിഷ്ടാതിഥി ഉദ്ഘാടകനുമായ സുജിത് ദാസാണ്. ഞാൻ സുജിത് ദാസിനോട് സംസാരിക്കുകയായിരുന്നു. പണ്ട് ഒരു 10-20 വർഷം മുമ്പ് ഞങ്ങളൊരു വണ്ടാഴിയിൽ വെച്ചൊരു സാംസ്കാരിക സമ്മേളനം നടക്കുന്ന സമയത്ത് ഒരു കലാസാംസ്കാരിക സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേര് സർഗ എന്നാണ്. അതിൻ്റെ പ്രസിഡന്റ് സുജിത്തും സെക്രട്ടറി ഞാനുമായിരുന്നു. അഭിനയ രംഗത്തും അതേമാതിരി സംവിധായകൻ എന്നുള്ള നിലയിലുമെല്ലാം തൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ശ്രീ സുജിത് ദാസ്, ഡോക്ടർ സുജിത് ദാസാണ് നമ്മളുടെ വിശിഷ്ട അതിഥിയായി എത്തിയത്. പല കാഴ്ചകളും നമ്മൾക്ക് കൗതുകകരമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 42 വർഷങ്ങൾക്ക് മുൻപ് എന്തായിരുന്നുവോ നമ്മളുടെ സ്വഭാവം, ആ 15 വയസ്സിൽ അതേ സ്വഭാവമാണ് ഇപ്പോഴും പലരും കാട്ടുന്നത്. തനിക്ക് കിട്ടിയ പേനയുടെ കളർ, ചിലർക്ക് വെള്ള, ചിലർക്ക് നീല കളർ, ചിലർക്ക് കറുപ്പ് എന്നുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ചർച്ച. എനിക്ക് വയലറ്റ് കളർ ഫയലാണ്, ഓരോന്നിലും ഡിസൈനും വ്യത്യാസം. അപ്പോൾ ആ ഡിസൈനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചിട്ടും അതിനെപ്പറ്റി പറഞ്ഞുമൊക്കെ ആ ഒരു ചെറിയ കുട്ടിത്തത്തിലേക്ക് ആ പോകുന്ന കാഴ്ച അതിമനോഹരമായിരുന്നു. പേനയിലും ഫയലിലുമെല്ലാം നമ്മളുടെ 82 ബാച്ചിൻ്റെ ആ ഒരു പേര് വിവരങ്ങളും എല്ലാം ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇനിയും കുറേയേറെ വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾക്ക് നോക്കുമ്പോൾ നമ്മൾക്ക് അറിയാൻ പറ്റും നമ്മൾ ഏത് വർഷം എവിടെയാണ് സംഗമിച്ചത്, ഏത് ഹാളായിരുന്നു എന്നെല്ലാം. മുഖ്യമായ കാര്യപരിപാടികളിലേക്കെല്ലാം കടക്കുന്നതിന് മുമ്പായിട്ട് സന്ധ്യ, അമ്മിണിക്കുട്ടി, സുമതി എന്നിവർ പ്രാർത്ഥന ആലപിച്ചു. അതും പഴയ ഗൃഹാതുരത്വമുണർത്തുന്ന അഖിലാണ്ട മണ്ഡല മണിയിച്ചൊരുക്കി എന്ന ഒരു പ്രാർത്ഥനാ ഗാനം. തൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെ ഒരു വലിയ വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരു വ്യവസായ പ്രമുഖൻ എന്ന് തന്നെ രാജനെ വിശേഷിപ്പിക്കാം. ഞങ്ങൾക്കും അഭിമാനമാണ്. കാരണം അദ്ദേഹവും ഞങ്ങളുടെ കൂടെ പഠിച്ചതാണ്. 1982 ബാച്ചാണ്. അദ്ദേഹം ബൊക്കെ നൽകി നമ്മുടെ വിശിഷ്ടാതിഥി ഡോക്ടർ സുജിത് ദാസിനെ ആദരിക്കുന്നു. ഇനി ഡോക്ടർ സുജിത് ദാസിനെ പൊന്നാട അണിയിക്കുന്നതിനായിട്ട് എത്തുന്നത് ലൂക്കോസാണ്. ബിസിനസ്സിൽ മാത്രമല്ല, അതിലുപരി കൃഷിയുടെ കാര്യത്തിലും കൃഷിയിലും അദ്ദേഹം തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇനി വിളക്ക് കൊളുത്തൽ ചടങ്ങാണ്. അത് കഴിഞ്ഞ് നമ്മളുടെ മുഖ്യമായിട്ടുള്ള കാര്യപരിപാടികളിലേക്ക്
കാര്യപരിപാടികൾ എന്ന് പറഞ്ഞാൽ വലുതായിട്ടൊന്നുമില്ല. നിങ്ങൾക്കറിയാം, ഞങ്ങളെല്ലാം ചെറിയ ആ ഒരു കുട്ടിക്കാലത്തേക്ക് പോവുകയാണ്, 15 വയസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്കറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആ കുറേ കാലങ്ങൾക്ക് ശേഷം കണ്ടതിൻ്റെ ആഹ്ലാദങ്ങളും മറ്റും പങ്കുവയ്ക്കുക എന്നുള്ളതൊക്കെയാണ്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുള്ള സമയം ആയി. വെജിറ്റബിൾ ബിരിയാണി, കോഴിക്കറി, പൈനാപ്പിൾ, അച്ചാറ്, അങ്ങനെ പലതും ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് കഴിക്കാൻ. അതു കഴിഞ്ഞും ഒരുപാട് ആളുകൾ പാട്ടുപാടി, ഒരുപാട് ആളുകൾ മിമിക്രിയിലും മറ്റും തങ്ങളുടേതായിട്ടുള്ള ആ ഒരു തങ്ങളുടെ കഴിവ് തെളിയിക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടായി. വളരെ രസകരമായിട്ട് വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ്. ഊണ് കഴിഞ്ഞതിന് ശേഷവും ഒരുപാട് ആളുകളുടെ പാട്ടുകളും മറ്റും ഉണ്ടായി. അത് കഴിഞ്ഞ് കസേരകളിക്കും ഫസ്റ്റും സെക്കൻഡും പ്രൈസുമെല്ലാം കൊടുക്കുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഏകദേശം 5 മണി വരെ ഞങ്ങളുടെ ലോകമായിരുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ, എൻജോയ്.